ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ അംബിയ 54 മുതൽ 57 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാല ലഖദ് കുൻതും, ഖാല എന്ന പദത്തിൽ ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാഫ്. ഖാല, ഖാല എന്ന് പറയുക. അത് കാല എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല. ഖാല അക്സൽ ലിസാനാണ് ഖാഫിൻ്റെ മഖ്റജ്. നാവിൻ്റെ അങ്ങേയറ്റം തൊണ്ടയുമായി ചേർന്ന് ജസ്റ്റ് മുകളിൽ നാവ് ആരംഭിക്കുന്നിടത്ത് അവിടെ അങ്ങേയറ്റത്താണ് ഖാഫിൻ്റെ മഖ്റജ്. ഖാല ലഖദ്, ഈ പദത്തിലും ഖാഫ് വരുന്നു. തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കുക. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖാല ലഖദ് കുൻതും അൻതും ആവർത്തിച്ചു വരുന്നു. സാക്കിനത്തായ നൂനും ശേഷം താവും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. അൻതും വആബാഉകും ഫീ, സാക്കിനത്തായ മീമും ശേഷം വാവും, അതുപോലെ ശേഷം സാക്കിനത്തായ മീമും ശേഷം ഫാവും. ഈ രണ്ട് സ്ഥലങ്ങളിലും സാക്കിനത്തായ മീമിന് ഇൽഹാർ ഷഫവി നൽകി. തൊട്ടു മുമ്പിലും കുൻതും അൻതും, അവിടെയും സാക്കിനത്തായ മീമും ശേഷം ഹംസയുമാണ്. അപ്പോൾ 3 സാക്കിനത്തായ മീം ഈ വചനത്തിൽ തന്നെ വന്നു. ആദ്യത്തേത് ശേഷം ഹംസ, രണ്ടാമത്തേത് ശേഷം വാവ്, മൂന്നാമത്തേത് ശേഷം ഫാ, മീമിൻ്റെ ശേഷം. ഇവയൊക്കെയും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ വാവും ഫാവും വന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുണ്ട്, കാരണം ഷഫവിയായ അക്ഷരങ്ങളാണ് വാവും ഫാവും. അപ്പോൾ കുൻതും അൻതും വആബാഉകും ഫീ എന്ന് വ്യക്തമാക്കി അല്പം പോലും മണിക്കാതെ ഉച്ചരിക്കുക. ആബാഉകും, ഈ പദത്തിലെ മദ് ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക അലിഫിനെ. ഫീ ളലാലിൻ മുബീൻ, തൻവീനും ശേഷം മീമുമാണ്. ഇദ്ഗാം ബിഗുന്ന കാമിൽ, മീമിലേക്ക് പൂർണ്ണമായും തൻവീനിനെ ലയിപ്പിച്ച് ഫീ ളലാലിൻ മുബീൻ എന്ന് പാരായണം ചെയ്യുക. ഖാലൂ അജിതനാ, ഖാലു, വീണ്ടും ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാലു എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അജിതന, ഹംസകൾ കടുപ്പത്തോടെ, ശിദ്ദത്തിൻ്റെ അക്ഷരമായ ഹംസ, ശിദ്ദ എന്നത് അതിൻ്റെ സിഫത്താണ്, വ്യക്തമാക്കി ഉച്ചരിക്കണം. അജിതന, അജിതന എന്നൊന്നും പറയരുത്. അജിതന ബിൽ ഹഖി, ഖാഫ് കസ്ർ ഉള്ള ഖാഫാണ്. ഏറ്റവും കുറഞ്ഞ തഫ്ഖീം അതിന് കൊടുക്കുക. അജിതനാ ബിൽ ഹഖി അം അൻത, സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. അൻത നേരത്തെ വന്നു. സാക്കിനത്തായ നൂനും ശേഷം താവും ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിച്ചുച്ചരിക്കുക. അൻത മിനൽ ലാഇബീൻ. ഖാല ബൽ റബ്ബുക്കും, ആവർത്തിക്കുന്നു. ഖാല എന്ന പദം തഫ്ഖീം ചെയ്ത് ഖാഫിനെയും അലിഫിനെയും ഉച്ചരിക്കുക. ബൽ റബ്ബുക്കും, സാക്കിനത്തായ ലാമിന് ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് റായിനെ മാത്രം ഉച്ചരിക്കുക. ഷദ്ദുള്ള റാ. ബൽ റബ്ബുക്കും, റബ്ബുക്കും റബ്ബു, അവിടെ സാക്കിനത്തായ മീമും ശേഷം റാവും വരുന്നു. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. റാ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരമാണ്. ബൽ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ്, അസ്സമാവാതി വൽ അർദ്. റാ ളാദ് എന്നീ അക്ഷരങ്ങൾക്ക് മാത്രമേ തഫ്ഖീം വരുള്ളൂ. വൽ അർദ്, വൽ അർദില്ലദീ ഫതറഹുൻ, ളാദിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് നൽകുക. അല്ലദീ ഫതറഹുൻ, ത്വാഉം റാഉം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ത്വാ ഇസ്തിഅലാന്റെ അക്ഷരമാണ്. റാഇനെ തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭമാണ് ഫത്ഹ് വരുമ്പോൾ. ഫതറഹുൻ, നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ.
ഫതറഹുന്ന വഅന എന്ന പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ വഅന എന്ന് അലിഫോട് കൂടിയാണ് നിർത്തുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലദീ ഫതറഹുന്ന വഅന എന്നാണ് അലിഫുമേലാണ് നിർത്തേണ്ടത് എന്നർത്ഥം. സാധാരണയായി അവിടെ വഖഫ് ചെയ്യുകയില്ല. എന്നാൽ തന്നെയും വല്ല കാരണവശാലും നിർത്തുകയാണെങ്കിൽ അലിഫോട് കൂടി നിർത്തുക. വഅന എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം കൊടുത്ത് നിർത്തുക. ചേർത്തോതുമ്പോൾ ആ അലിഫ് ഉണ്ടാവുകയില്ല. വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ദാലികും എന്നതിലെ സക്കനത മീമും ശേഷമുള്ള മീമും ലയിപ്പിച്ച് ഒറ്റ ശബ്ദുള്ള മീമാക്കി മണിക്കണം. മിനശ് ഷാഹിദീൻ. എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളെ പ്രത്യേകം നാം എടുത്തു പറഞ്ഞു. അവക്ക് മാത്രം തഫ്ഖീം നൽകുക. വതല്ലാഹി, ഇവിടെ അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല അതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്യണം. വതല്ലാഹി, ലാമ് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. നാവ് പുറത്തേക്ക് വെച്ച് മുൻപല്ല് ചേർത്ത് ഉച്ചരിക്കരുത്, മറിച്ച് ഉള്ളിൽ നിന്ന്. വതല്ലാഹി ലഅകീദന്ന അസ്നാമകും. ഷദ്ദുള്ള നൂന് വരുന്നു, നൂൻ മുഷദ്ദദ വീണ്ടും. അകീദന്ന മണിച്ചുച്ചരിക്കുക. അസ്നാമകും, സ്വാദിന് മാത്രം തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. അസ്നാമകും അസ്നാമകും ബഅദ, അവിടെ സക്നത മീമും ശേഷം ബാഉം ഇഖ്ഫ ശഫവി ചെയ്ത് മീമിനെ അവ്യക്തമാക്കി മണിക്കണം. മറച്ച് മണിച്ചു ഉച്ചരിക്കുക. അസ്നാമകും ബഅദ ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. അൻ തുവല്ലു സക്നത നൂനും ശേഷം താവും ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചു ഉച്ചരിക്കണം നൂനിനെ. മുദ്ബിരീൻ, ഇതിൽ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال لقد كنتم أنتم وآباؤكم في ضلال مبين. قالوا أجئتنا بالحق أم أنت من اللاعبين. قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين.